നന്ദിയും കടപ്പാടും ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. നന്ദിയും കടപ്പാടും ഒന്നും ഇല്ലെങ്കിലേ രാത്രിയിൽ തലക്കടിച്ചിട്ടുള്ള സ്വർണവും പണമൊക്കെ മോഷ്ടിച്ചോണ്ട് പോവാതിരുന്നാ മതിയായിരുന്നു. വൈകി, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? വെറുതെ ഒന്ന് തനിച്ച് നിൽക്കണമെന്ന് തോന്നി. ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടു. കഴിക്കാതെ തന്നെ വയറ് നിറഞ്ഞു, അതാ എഴുന്നേറ്റത്. വൈക, രാജീവേട്ടന്റെ അമ്മയ്ക്കും അമ്മായിക്കും വേണ്ടി ഞാൻ മാപ്പ് പറയാം. എനിക്കിതൊക്കെ ശീലമാണ് അഭി. അതുകൊണ്ട് രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുമോ എന്നുള്ള ചിന്തയും അവരിലില്ല. എന്താ ചെയ്യാ? എന്റെ അഭി, ഇതുകൊണ്ടൊക്കെ തന്നെ എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി നിന്നിരുന്നത്. ഇതിപ്പോ എല്ലാവരും കൂടി എന്നെ... പോട്ടടോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് രാജീവേട്ടനും തന്നെ നന്നായി അറിയാലോ. അഭി, നമ്മൾ തമ്മിൽ സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലേ ഇല്ലാതെയുള്ളൂ. പക്ഷെ പണത്തിന്റെ ഏറ്റക്കുറച്ചിൽ വേണ്ടുവോളം ഉണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഇങ്ങനെയുള്ള ആർഭാടങ്ങൾ കാണിക്കുന്ന പാർട്ടികളിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ ഒന്നും വാക്കുകൾ കേൾക്കണ്ടല്ലോ. എന്തായാലും വൈക കണ്ണു തുടയ്ക്കാം, എന്നിട്ട് വന്ന് വണ്ടി കയറ്, നമുക്ക് പോവണ്ടേ? അഭി നടന്നോളൂ, ഞാൻ വന്നോളാം. ഈ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ കുറച്ചു നേരം നിൽക്കട്ടെ. ചടങ്ങുകൾ മംഗളകരമായതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണല്ലേ? അതങ്ങനെയല്ലേ വരൂ. ഞാൻ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കുമ്പോ സ്വാഭാവികമായും സന്തോഷം ഉണ്ടാവുമല്ലോ. അക്കാര്യത്തിൽ സാർ മിടുക്കനാണെന്ന് എനിക്കറിയാം. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് എന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കണം. അതല്ലേ ഇന്നിപ്പോ നടന്നത്. അത് നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ചടങ്ങ്. ഇനി എനിക്ക് എന്റെ തീരുമാനത്തിൽ എന്റെ കുഞ്ഞിന്റെ ചോറൂണ് നടത്തണം. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എന്നും എപ്പോഴും നിങ്ങൾ മാത്രം വിജയിച്ചാൽ പോരല്ലോ. എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വിജയം വേണ്ടേ സാറേ? നീയപ്പോ എനിക്കെതിരെ ഒരുങ്ങി ഇറങ്ങാനുള്ള പുറപ്പാടാണല്ലേ? കാര്യങ്ങൾ നേരാവണ്ണം നടക്കില്ലെന്ന് കണ്ട ഒരുങ്ങിയിറങ്ങിയാലല്ലേ പറ്റൂ. എടീ, നീ വെറും ഒരു പെണ്ണാടി. ആ പെണ്ണാണ് പറയുന്നത്. ഞാൻ ആവശ്യപ്പെടുന്ന രീതിയിൽ എന്റെ തുമ്പിമോളുടെ ചോറൂണ് നടന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. നീ എന്താടി പറഞ്ഞു വരുന്നത്? ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നത് മേടയിൽ വീട്ടിലെ ഔട്ട് ഹൗസിലേക്കല്ല, നന്ദനത്തിലേക്കാണ്. നാളെ നന്ദനത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് തുമ്പിമോളുടെ ചോറൂണിനുള്ള ഒരുക്കങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. എന്റെ തുമ്പിമോളെ കൊണ്ട് നിങ്ങൾ അവിടെ എത്തണം. വീട്ടിത്തരം പറയാതെ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കും, നടത്തിക്കും.
ഇല്ലെങ്കിൽ ഈ വൈകിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണും. നീ വെറുതെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുവാണോ? പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണമെന്ന് പറയുകയാണ്. ഇന്ന് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചില്ലേ? അതുപോലെ നാളെ ഞാനും ഒന്ന് സന്തോഷിച്ചോട്ടെ രാജീവൻ സാറേ. എനിക്കങ്ങനെ ആരെയും പേടിക്കാനൊന്നുമില്ലെന്ന് ഓർക്കണം. പേടിക്കേണ്ടത് നിങ്ങളാണെന്ന്. എടീ നീ ആ രാജീവേട്ട രാജീവേട്ട ഇവിടെ വന്നിരിക്കായിരുന്നോ? അത് പിന്നെ വൈകി ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോന്നല്ലോ, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് ചോദിക്കായിരുന്നു. അമ്മയും അമ്മായും ഒക്കെ മുതിർന്നവരല്ലേ, അവരെന്തെങ്കിലുമൊക്കെ പറയും. നമ്മൾ എന്തിനാ അതൊക്കെ കേട്ട് വെറുതെ അതൊക്കെ പറയായിരുന്നു. അത് തന്നെയാ ഞാനും നേരത്തെ വൈകിയോട് പറഞ്ഞത്. അവരെ ആരെയും വൈകി പരിഗണിക്കണ്ട. ഞങ്ങള് രണ്ടുപേരെയും വൈകിക്ക് അറിയാലോ, ഞങ്ങളെ മാത്രം നോക്കിയാ മതി. അതെ, ഇനി അങ്ങോട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളെ മാത്രമേ നോക്കുന്നുള്ളൂ, നിങ്ങളെ മാത്രം. പട്ടൽജി, ഞാന് ഉടനെ തന്നെ അങ്ങ് ഡൽഹിക്ക് കയറിക്കോളാം. പിന്നെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഓ ശരി ശരി, അന്വേഷണം അറിയിക്കാം. താങ്ക് യു. രാജീവ, എലക്ഷൻ ഡേറ്റ് 2 ദിവസത്തിനകം തീരുമാനമാകും. ഇപ്പൊ വിളിച്ചിരുന്നു. പിന്നെ മോനെ, നീയാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം മറക്കല്ലേട്ടാ. പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒന്നുകൂടി ഒരു തീരുമാനം ഉണ്ടാവണം, ഒന്ന് ഒരുങ്ങണം. ഡൽഹിക്ക് എല്ലാം പറഞ്ഞിരിക്കാൻ പറ്റില്ലേ, അതുകൊണ്ടൊരു 3-4 ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. എന്താ ചേട്ടാ ഇവിടെ ഒരു സ്വകാര്യം? ഒന്നുമില്ല ഇത്, എനിക്ക് ഇന്ന് തന്നെ ഡൽഹിക്കൊന്ന് പോണം. അതെന്താ ചേട്ടാ പെട്ടെന്ന്? എനിക്ക് പട്ടേൽജിയുടെ കോൾ ഉണ്ടായിരുന്നു. നമ്മുടെ എലക്ഷൻ ഡേറ്റ് 2-3 ദിവസത്തിനകം പ്രഖ്യാപിക്കും. എലക്ഷൻ കഴിഞ്ഞ പിന്നെ നമ്മുടെ രാജീവൻ ആരാ? തലമല്ല, വേണ്ടി വന്നവനൊരു മന്ത്രി വരെ ആകും. രാജീവ, എന്താ ചെയ്യാന്താ? എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ക്യാഷിന്റെ കാര്യം എന്തായി? ആ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്ന ബിസിനസിന്റെ കാര്യം. അത് നീ എന്നോട് പറഞ്ഞതാണല്ലോ. അവർക്കിപ്പോ അഡ്വാൻസ് കൊടുക്കേണ്ട സമയമായി. മൊത്തം 50 ലക്ഷമാണ് പറയുന്നത്. ഒരു 10 ഇപ്പൊ കൊടുത്താൽ നന്നായിരുന്നു. ബാക്കി 40 നീ എപ്പോഴെങ്കിലും തന്നാ മതി. എടാ, അതിപ്പോ ഞാൻ ഒന്നാമത് തലവേദന പിടിച്ച് നിൽക്കുക, അതിനിടയ്ക്ക് ഇലക്ഷനും. പിന്നെ നീ എന്റെ റൈറ്റ് ഹാൻഡ് അല്ലേ. നീ ഇപ്പൊ ബിസിനസ് എന്നും പറഞ്ഞു പോയാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എടാ, നീ എന്റെ കൂടെ നിൽക്ക്. എടാ, എനിക്ക് എപ്പോഴും ഇങ്ങനെ നിന്റെ നിഴലായിട്ട് നിൽക്കാൻ പറ്റുമോ? എനിക്കിപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുക. ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ എനിക്കിതിന്റെ ലൈഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒന്ന് സഹകരിക്ക. എടാ, നീ എന്റെ കൂടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകാതെ ജയകാന്ത. രാജീവ, അത് എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എനിക്കിങ്ങനെ എന്നും ഏറാമൂളിയായിട്ട് നടക്കാതെ എന്നേക്കുമായി രക്ഷപ്പെടാനുള്ളൊരു അവസരം. അതല്ല, ഞാൻ എന്നും നിന്റെ നിഴലായിട്ട് നടക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ എനിക്കിനി നിന്റെ ഒപ്പം നടക്കാൻ താല്പര്യമില്ല. നിനക്കങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അങ്ങനെ പറഞ്ഞ് നീ എന്നെ ഒഴിവാക്കല്ലേ. കാര്യം നിനക്കറിയാലോ, നമ്മൾ രണ്ടുപേരും കൂട്ടായിട്ട് വർഷങ്ങളായി. ഇരിപ്പ് വശം വെച്ച് നിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവനാ ഞാൻ. ഒരു നിവൃത്തിയില്ലാതെ വന്ന ഇതൊക്കെ ഞാൻ വേറൊരാളോട് പറഞ്ഞ ഒരുപക്ഷേ
ജയകാന്ത, നിനക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹമുണ്ട്. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. ഇപ്പൊ നീ പറഞ്ഞ വാക്കുകളിൽ ഒരു ഭീഷണി ഒളിഞ്ഞിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. നീ എന്നെ പേടിപ്പിക്കുകയാണല്ലേ? എന്നെ ഭയപ്പെടുത്തി കീഴടക്കാൻ പറ്റില്ല ജയകാന്ത. അതുകൊണ്ട് ഇനി നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കാം. അതുപോലെ അത് മതി. ശരി. ഇന്ന് എന്തായിരുന്നു തുമ്പിമോളുടെ ഒരു ഗമം. അച്ഛമ്മ ചോറ് കൊടുത്തു, പുതിയ ഉടുപ്പിട്ടു, പിന്നെ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് ചേച്ചിമാരുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? നിങ്ങൾ അമ്മയും മകനും തമ്മി പിന്നെ എന്തെങ്കിലും വഴക്കായോ? ഞാൻ ആരോടും വഴക്കിടാനൊന്നും പോയില്ല. എന്താ കാര്യം? അല്ല, അമ്മയും മീരയും നാളെ വെളുപ്പിന് തന്നെ തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. പോണവരൊക്കെ പോട്ടെ. എന്റെ കൂടെ എന്നും എന്റെ അഭിയുണ്ടായ മാത്രം മതി. ആരെ രാജീവേട്ട? അച്ഛനാണോ? അല്ല, ഒരു ക്ലയന്റാ. കേസിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഹലോ. ഹലോ, നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. എന്ത് തീരുമാനം? നിങ്ങൾ ഇത്ര വേഗം കാര്യങ്ങൾ മറന്നോ? എല്ലാം മറക്കാൻ ശ്രമിക്കുന്നവനാണ് അഡ്വക്കേറ്റ് രാജീവൻ എന്ന് എനിക്കറിയാം. പക്ഷേ ഈ വൈക ഒന്നും മറക്കില്ല. മറക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കുകയില്ല. നീ ശബ്ദം ഉയർത്തേണ്ട സാറേ. അഭിരാമി അപ്പുറത്തുണ്ട്, അത് മറക്കരുത്. നീ കാര്യം പറയേ. ഇനി എന്ത് പറയാൻ? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതല്ലേ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ചോറൂണ് നടത്തണം. അതിനുള്ള ഉറപ്പ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടണം. ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് നിങ്ങളുടെ തീരുമാനം അറിയാനായി നന്ദനത്തിന്റെ പുറത്ത് തന്നെ ഞാൻ കാത്തു നിൽക്കുക. ഒരു പ്രതിജ്ഞ ഞാൻ എടുത്തിരിക്കുക. നന്ദനത്തിനകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം നന്ദനത്തിനകത്തേക്ക് കയറണോ അതോ മേടയിലേക്ക് വരണോന്ന് എനിക്ക് തീരുമാനിക്കാം. വൈക, നീ അതിര് വിടുന്നു. ചൂടാവാതെ എന്റെ രാജീവൻ സാറേ. വൈക മേടയിലേക്ക് വരുന്നത് അഭിരാമിയോട് സത്യങ്ങൾ വെളിപ്പെടുത്താനായിരിക്കും. എന്താ സാറേ, ഈ രാത്രിയിൽ തന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട, ഞാൻ വരാം. ഇതാരെ നോക്കി നിൽക്കുക? ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് അകത്തോട്ട് കയറിയിട്ടില്ല, ജലപാനം കഴിച്ചിട്ടുമില്ല. എന്താ നിന്റെ ഉദ്ദേശം? വൈകേ, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കുഞ്ഞു കരയുന്നത് നീ കേട്ടില്ലേ? കരയട്ടെ, നന്നായി കരയട്ടെ.
കുഞ്ഞുങ്ങൾ കരഞ്ഞു തന്നെയാ വളരേണ്ടത്. നിന്റെ മനസ്സും തടി കല്ലാണോ? അഹങ്കാരി. എന്താ നിനക്ക് വേണ്ടത്? അധികം ശബ്ദം ഉയർത്തരുത് സാർ. അകത്ത് എന്റെ അമ്മയുണ്ട്, നിങ്ങളുടെ മോളും ഉണ്ട്. നിങ്ങളുടെ മകള് നിർത്താതെയുള്ള കരച്ചിലായിരുന്നു ഇത്രയും നേരം. സാർ എങ്ങോട്ടേക്കാ? മകള് കരഞ്ഞു എന്നറിഞ്ഞപ്പോ അച്ഛന്റെ മനസ്സ് പിടഞ്ഞു അല്ലേ? അതുപോലെ പിടയുന്ന ഒരു അമ്മയുടെ മനസ്സുമായിട്ടാ സാറേ ഞാനും നിൽക്കുന്നത്. എന്തായി തീരുമാനം? നീ ആവശ്യപ്പെടുന്നൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല. എന്തുകൊണ്ടല്ല? ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ മടിയിലിരുത്തി ഒരു പിടി ചോറ് വാരി കൊടുക്കണമെന്ന് ഏതമ്മ ആഗ്രഹിക്കാത്തത്? അതേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. അതൊരു തെറ്റാണോ? അതുപോലും ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അമ്മ എന്ന അവകാശത്തിൽ ഞാൻ മേടയിലെത്തി തുമ്പിമോളെ കൂട്ടിക്കൊണ്ടു പോരുക തന്നെ ചെയ്യും. വാശിയിലാണോ നീ? ഈ സമയത്തെങ്കിലും അങ്ങനൊരു വാശി കാണിക്കണ്ടേ? നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഒരമ്മയുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള പുറപ്പാട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ തുമ്പിമോളുടെ ചോറൂണ് എന്റെ കൈകൊണ്ട് നാളെ നടന്നിരിക്കണം. ഞാനിത് ഇറങ്ങാൻ പോന്നു. നിങ്ങൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പാർട്ടി ഓഫീസിൽ എത്തുന്ന നേരം മതി എനിക്ക് ഇവിടെ നിന്ന് എത്താൻ. ജസ്റ്റ് ഹാഫ് ആൻ അവറിൽ ഞാൻ അവിടെ എത്തും. ഓക്കെ? രാജീവേട്ടാ, ഇത്ര രാവിലെ ഇതെങ്ങോട്ടാ? അത്യാവശ്യമായി പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണം. ചിലപ്പോ വരാൻ കുറച്ച് ലേറ്റ് ആവും. തുമ്പിമോൾക്ക് വാക്സിനേഷൻ കൊടുക്കേണ്ട ദിവസം എന്ന് രാജീവേട്ടൻ അത് മറന്നോ? ഞാനതങ്ങ് മറന്നു. അച്ഛൻ കൂടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ മീറ്റിങ്ങിന് പോകാതിരിക്കാനും പറ്റില്ല. ഇലക്ഷൻ അടുത്തപ്പോഴേ എന്നെയും തുമ്പിമോളെയും മറന്നുവെങ്കിൽ MLA ആയി കഴിയുമ്പോ എന്തായിരിക്കും സ്ഥിതി? 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ കാണാൻ വരുള്ളൂ എന്ന അവസ്ഥയിലാവോ? അബി, ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗ് ആയതുകൊണ്ടാ. ഇല്ലെങ്കിൽ തുമ്പിമോളുടെ കാര്യത്തിന് ഞാൻ മുടക്കം പറയോ? പിണങ്ങല്ലേ? പിടിക്ക, പോയിട്ട് വരട്ടെ. രാഹുലേ, നീ ഇന്ന് അബിക്കൊപ്പം ഒന്ന് പുറത്തു പോകേണ്ടി വരും. അനന്തരാജേട്ടാ, ഞാൻ പൊക്കോളാം. ഞാനിന്ന് ഫുള്ള് ഫ്രീയാ. ശരി. നീ പോകാൻ റെഡിയായോ? പിന്നെ പോകാതെ? അല്ല, ഇത്ര നേരത്തെ ഇറങ്ങുന്ന എന്തിനാണെന്നാ ചോദിച്ചത്. 1-2 സ്ഥലത്ത് പോവാനുണ്ട്. പിന്നെ അമ്മ, ഞാൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നെ തിരക്കി മേടയിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ എവിടേക്കാ പോയതെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്നങ്ങ് പറഞ്ഞാ മതി. അപ്പൊ നീ മേടയിൽ വീട്ടിലേക്കല്ലേ പോകുന്നത്? അല്ല. പിന്നെ നീ എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞിട്ട് പോ വൈകേ. എന്റെ അമ്മേ,
ഞാനിപ്പോ പോകുന്നത് മേടയിൽ വീട്ടിലേക്കല്ല. അമ്മ അത്ര അറിഞ്ഞാ മതി. അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കും. അതെന്ത് കാര്യമെന്നാ ഞാൻ ഈ ചോദിക്കുന്നേ? അതിപ്പോ അമ്മയോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ പറയാത്തത്. വൈകെ, നിന്റെ ഈ ഇടായിട്ടുള്ള പോക്കത്ര ശരിയല്ല. ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണാ നീ. എന്തെങ്കിലും ആൾക്കാർക്ക് പറയാൻ അധികം നേരമൊന്നും വേണ്ട. എന്റെ അമ്മേ, ഈ പറയുന്ന ആൾക്കാരെ ഒന്നും നമ്മുടെ കഷ്ടകാല സമയത്ത് കണ്ടില്ലല്ലോ. ജോലിയും സൗകര്യമൊക്കെ ആയപ്പോ ഈ പറയുന്നവർക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ടാ. അവർക്കൊക്കെ മറുപടി പറയാൻ എനിക്കിപ്പോ സമയമില്ല.